കേൾക്കുന്നില്ലല്ലോ സാറേ? ക്ലിയർ ആയില്ല, കട്ടായി പോയി. ഇപ്പൊ കേൾക്കാം. ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞത് എന്തൊക്കെ കേട്ടിരുന്നു? ഇല്ല, കേട്ടില്ലായിരുന്നു. ഒന്നും കേട്ടില്ല. സാധാരണക്കാരിയിൽ നിന്ന് തുടങ്ങി അങ്ങനെ അത്ര വരെ കേട്ടുള്ളൂ. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഒരു സാധാരണക്കാരിൽ നിന്ന് ഒരു ഡയമണ്ട് ഡയറക്ടർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി ഒരു പൊസിഷൻ കൂടെ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടോപ്പ് ലെവലിലേക്ക് എത്താനായിട്ടുള്ള അതിന്റെ ആ ഒരു ചവിട്ടുപടി എന്ന് പറയുന്നത് ക്രൗൺ ഡയറക്ടർ എന്ന് പറയുന്ന ലെവല്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഡയമണ്ട് ഡയറക്ടർ ലെവൽ അച്ചീവ് ചെയ്തതിലൂടെ കമ്പനിയുടെ രണ്ട് ഫോറിൻ ട്രിപ്സ്, രണ്ടല്ല ഇപ്പോഴത്തെ 3 ഫോറിൻ ട്രിപ്പില് ഏഷ്യൻ ട്രിപ്പും അതുപോലെ തന്നെ യൂറോപ്യൻ ട്രിപ്പും പോവാനായിട്ടുള്ള എലിജിബിലിറ്റി ആണ് നമുക്ക് ആയിട്ടുള്ളത്. പ്ലസ് ഒരു 4 കുടുംബങ്ങളിലേക്കെങ്കിലും ചുരുങ്ങിയത് ഒരു വരുമാനം എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. ഇപ്പൊ ഈ 4 കുടുംബങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ 6 കുടുംബങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും അല്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സാധാരണക്കാരി ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് കുറച്ചു പേർക്ക് വരുമാനം മേടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നു അല്ലെങ്കിൽ ജോലി കൊടുക്കാനായിട്ട് പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് എന്നുള്ളതിനേക്കാൾ അതിന്റെ നമ്പർ പറയുകയാണെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന 6 അതിന്റെ കൂടെ എത്രയോ നമ്പറുകൾ, എത്രയോ പൂജ്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു വലിയ ലെവലിലേക്കാണ് അതിന്റെ ഒരു തുടക്കം സ്റ്റേജ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ലിവറേജിങ്ങിന്റെ ഒരു തുടക്കം സ്റ്റേജിലേക്കാണ് ഇപ്പോ ഒരു ഡയമണ്ട് ഡയറക്ടർ ലെവലിലേക്ക് എത്തിയതിലൂടെ ആയിട്ടുള്ളത്. അപ്പൊ ഡിജി മാഡത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് എല്ലാവർക്കും ഇൻസ്പയറിംഗ് ആണ്. കാരണം അങ്ങനെ എടുത്തു പറയാനായിട്ട് ഒന്നും പറയാനില്ല. സാധാരണക്കാരിയായിട്ടുള്ള വ്യക്തി ജോലി ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാവുന്ന ആ വ്യക്തിത്വത്തിൽ നിന്ന് ഇനിയാണ് ശരിയായിട്ടുള്ള മാഡത്തിന്റെ ആ ഒരു പെർഫോമൻസ് ഒക്കെ നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ഇനി ഡയമണ്ടിൽ നിന്ന് ക്രൗണിലേക്കുള്ള യാത്രയിൽ ഇനി കൂടുതൽ അവസരങ്ങൾ ഒരു സ്പീക്കറായിട്ടും ലീഡറായിട്ടുമുള്ള അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ വ്യത്യാസങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. എനിവേ, ഈ ഒരു മോർണിംഗ് പ്രോഗ്രാംസ് നിങ്ങൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഈ ഒരു മാറ്റം ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതില് ഓരോ കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം കിച്ചണിൽ നിന്നുകൊണ്ട് ഞാനിത് കേൾക്കും എല്ലാ ദിവസവും. ഈ കേട്ടിട്ട് നല്ലൊരു മോട്ടിവേഷൻ, കാരണം ബ്രെയിൻ ഫുഡ് എന്ന് തന്നെ പറയാം എനിക്കിത്. അപ്പോ ഇതില് ഓരോ ലീഡേഴ്സിന്റെയും സ്പീക്സ് ആയിരുന്നു നമ്മളെ വളരെ ഇതില് മോട്ടിവേഷൻ, നമുക്ക് ധൈര്യവും ഒരു കോൺഫിഡൻസും ഒക്കെ തന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ എനിക്ക് ഒരു സാധാരണ ഒരു മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബശ്രീ അല്ലെങ്കിൽ മൈക്രോ ഇങ്ങനെ ഇതിൽ ഒരു അക്ഷരം എനിക്ക് സംസാരിക്കാൻ പറ്റാറില്ല. കാരണം എനിക്ക് ധൈര്യമില്ല അതിന്. പക്ഷെ ഇന്ന് എനിക്ക് എല്ലാവരുടെയും മുന്നിൽ അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം കിട്ടിയത് ഈ ഒരു വേദി തന്നെയാണ്. അതുപോലെ തന്നെ എന്ത് കോൺഫിഡൻസ്, കാരണം ഒത്തിരി നെഗറ്റിവിറ്റികൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതെല്ലാം ഇതില് ബിസിനസ് മാത്രമല്ല നമുക്ക് പറഞ്ഞു തരുന്നത്, നമ്മുടെ ജീവിതത്തിന് വിജയിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു അനുഭവം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി, എന്റെ നെഗറ്റിവിറ്റി മാറ്റി എന്ത് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ ജോലി ഇന്ന് ഉപേക്ഷിച്ച് ഇതിൽ ഇറങ്ങാനുള്ള ഒരു ധൈര്യം കിട്ടിയത് അതുകൊണ്ട് തന്നെ മാത്രമാണ്. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം എത്രത്തോളം എനിക്ക്